സമാജ്വാദി പാർട്ടി കൾച്ചറൽ വിംഗ് നാഷണൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ ശിവാനിയാണ് നമ്മളൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. പല ആളുകളും അതിനുശേഷം ആദ്യം സർക്കാർ പറഞ്ഞത് ആരും പരസ്യമായിട്ട് പരാതികൾ പറഞ്ഞിട്ടില്ല, കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പരാമർശമില്ല, മൊഴി കൊടുത്തവരുടെയും പരാമർശമില്ല, ഈ ആരോപിക്കപ്പെട്ടവരുടെയും പരാമർശമില്ല. പക്ഷേ പിന്നീട് ഒരുപാട് സ്ത്രീകൾ, സിനിമാ മേഖലയിലുള്ള ഒരുപാട് സ്ത്രീകൾ തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ്. താങ്കളും സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഇത്തരം അനുഭവങ്ങൾ, ഓരോ സ്ത്രീയുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ വിഷമം തോന്നുന്നു. അവർ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുള്ളപ്പോൾ വല്ലാണ്ട് വിഷമം തോന്നുന്നുണ്ട്. കാര്യം അത്രയ്ക്കൊക്കെ ക്രൂരമായിട്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഒരു പെണ്ണ് അതങ്ങനെ അനുഭവിക്കുക, ഒരു സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ നമുക്ക് നന്നായി നോക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അത് ഭയങ്കര കഷ്ടമാണ്, സങ്കടകരമാണ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഇൻസിഡൻറ്റ് മാത്രമേ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. ലൈക്ക് ഒരു 5 to 6 പടങ്ങൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒറ്റപ്പെട്ട ഒരു സംഭവം, അതായത് ഒറ്റ സംഭവം എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൂ. എന്തായിരുന്നു മോശപ്പെട്ട സംഭവം? ഞാനൊരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ആക്ടർ വന്നിട്ട് ഡോറിൽ ഇങ്ങനെ നൈറ്റ് എനിക്കൊന്ന് 12-1 ആ ഒരു സമയത്ത് ഡോറിൽ വന്നിട്ട് ഇങ്ങനെ മുട്ടും, അദ്ദേഹം ഓടിപ്പോവും. അപ്പോൾ 2-3 പ്രാവശ്യമായപ്പോഴത്തേക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്തു, അത് ആരാന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ ആളിനെ കണ്ടു. ഞങ്ങൾ റിസപ്ഷനിൽ വിളിച്ച് വെച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ അവിടെ ഒരു പാർട്ടി എന്തോ നടക്കുന്നുണ്ടായിരുന്നു, മേ ബി കഴിച്ചിട്ടുണ്ടാവാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു എന്താ പറയുക റിസ്ക്കോ അങ്ങനെയൊന്നും എടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം ഡയറക്ടറോടും പ്രൊഡ്യൂസറോടും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ എന്താ പറയുക റൂമിൽ വന്ന് തട്ടുന്നുണ്ട്. എൻ്റെ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക എന്നെ ലൈക്ക് വേറെ ഒരു ഹോട്ടലിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ഇതിന് അദ്ദേഹത്തിനോട് പറയുകയോ ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായില്ല. പക്ഷേ പിന്നെ കുറേ നാളത്തേക്ക് പടമൊന്നുമില്ലായിരുന്നു. നമുക്ക് ഒരുപാട് കാലത്തിന് ശേഷം സിദ്ധു പനക്കൽ എന്നെ പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹം എന്നെ വിളിച്ചു, ചൈന ടൗണിലേക്ക് വിളിച്ചു. അപ്പോൾ പറഞ്ഞായിരുന്നു വൈകുന്നേരം സെറ്റിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലത്തെ ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ ആ സമയത്ത് എയർപോർട്ടിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇദ്ദേഹം വളരെ കാര്യമായിട്ടാണ് സംസാരിച്ചു. ഒരുപാട് നാളിന് ശേഷം കാണുന്നു, അപ്പോൾ വളരെ കാര്യമായിട്ട് സംസാരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി അപ്സെറ്റായി നടക്കുന്നത് കണ്ടു. ഞാൻ രാമോജി റാവുവിൽ എത്തിയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് അന്ന് ഷൂട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം ഞങ്ങൾ അമ്മയും മകളും റൂമിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ പോതേ ഞങ്ങൾ ഷൂട്ടിന് വിളിച്ചുകൊണ്ട് പോയി. ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ആൻ്റണി പെരുമ്പാവൂർ പ്രൊഡ്യൂസർ, അദ്ദേഹത്തിന് ഞങ്ങൾ കണ്ടു. എനിക്ക് വളരെ കൊച്ചിലെ മുതലേ ഞാൻ കണ്ടിട്ടുള്ള ആളാണ് അനുചേട്ടൻ. അപ്പോൾ അനുചേട്ടൻ പറഞ്ഞു ഇന്ന ആളുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ മറന്നുപോയി. കാര്യം നമ്മളിതൊക്കെ ഓർത്തിരിക്കുമോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞു അദ്ദേഹം വളരെ നന്നായിട്ട് സംസാരിച്ചു. അദ്ദേഹമാണ് നിന്നെ പടത്തിൽ വെക്കേണ്ടെന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, 2 ദിവസം എന്നെ എങ്ങനെ എത്തിയില്ലായിരുന്നു, എന്നെന്താ പറഞ്ഞു വിടാത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു ലാൽ സാറ് പറഞ്ഞു അതൊരു പെൺകുട്ടിയാണ്, നമ്മൾ അവളെ തിരിച്ചു വിടുക എന്ന് പറയുമ്പോഴത്തേക്കും അവളെ ഇൻസൾട്ട് ചെയ്താണ് നമ്മൾ വേറെ സെറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ട പെണ്ണാണ്, ആ രീതിയിൽ അവളെ പറയാൻ പാടില്ല, അങ്ങനെ ഒരു കുഞ്ഞിനെ വിഷമിപ്പിക്കാൻ പാടില്ല, അവൾക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ഉണ്ട്, അത് കിട്ടാതാവുമ്പോഴത്തേക്കും അവരെന്തോരം കാൽക്കുലേഷൻസിലായിരിക്കും വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ചെയ്യരുത്. ഒരു പെൺകുട്ടിയുടെ എന്താ പറയുക മനസ്സ് നോവിക്കരുത്, അവൾ അഭിനയിപ്പിച്ച് ഈ സെറ്റിൽ നിന്ന് വിടാവുള്ളെന്ന് ലാൽ സാർ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആ സെറ്റിൽ വർക്ക് ചെയ്യുന്നത്. താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നത് ഈ നടന്മാർ വിചാരിച്ചു കഴിഞ്ഞാൽ അവസരങ്ങൾ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു അതൊക്കെ ഉറപ്പായിട്ടും പറ്റും. കാര്യം അവരാണല്ലോ, കാര്യം ആ ഒരു 45 ഡേയ്സിൽ അവർ നമ്മളെ കൂടെ കംഫർട്ട് അല്ലെന്നുണ്ടെങ്കിൽ, നമ്മളെ കാണുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ വേണ്ടെന്നല്ലേ പറയുള്ളൂ. ചിലപ്പോൾ അയാൾക്ക് ഞാൻ അഭിനയിക്കുന്ന അയാൾക്ക് താല്പര്യമില്ലായിരിക്കും അയാളുടെ ഒപ്പം. സോ ഇപ്പോഴും സിനിമ ഇപ്പോൾ താങ്കൾ പറഞ്ഞില്ല, മോഹൻലാൽ ഇടപെട്ടു, താങ്കളുടെ അവസരം നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞു, പേയ്മെൻറ്റ് ശരിയായി കൃത്യമായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് സിനിമാ മേഖലയിലെ ഭൂരിപക്ഷം ആൾക്കാരും നല്ലവരാണെന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഇത്തരം പ്രശ്നക്കാർ, താങ്കൾക്ക് അവസരം നഷ്ടപ്പെടുത്തിയ ഒരു നടനുണ്ട്. അപ്പോൾ ചില ആളുകൾ അവരുടെ പവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയല്ലേ അതിന് ആദ്യം കൊടുക്കണ്ടേ? എനിക്കൊരാളെ ഇഷ്ടമല്ല, ഞാൻ എൻ്റെ പടത്തിൽ വയ്ക്കാൻ ഞാൻ സമ്മതിക്കുമോ? ഇന്നത്തെ കേസിൽ ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. ഞാൻ ഒരാളുടെയും എന്താ പറയുക ജോലി നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. എനിക്ക് അങ്ങനെ ഒരു ശത്രു എന്ന് പറയുന്ന ഒരാൾ പോലും എനിക്കിപ്പോൾ ഇല്ല, ഉണ്ടാവാനും പാടില്ല. കാര്യം വളരെ ചെറിയ ലൈഫാണെന്ന് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു നിലപാടെന്ന് വെച്ചാൽ മുന്നോട്ട് ഇതുപോലെ ആർക്കും ഒന്നും വരാൻ പാടില്ല. അതിന് വേണ്ട പ്രിക്കോഷൻസ് നമ്മൾ ഡെഫിനറ്റ്ലി എടുക്കണം. എന്താ പറയുക, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ. നമ്മൾ മാക്സിമം ഇതുപോലെയുള്ള കുറച്ച് റൂൾസിലും കുറച്ച് ചേഞ്ചസും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആകാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ പറയുന്നത് വെച്ചാൽ ഒരാൾ മോശമായി പെരുമാറിയാൽ അത് ഭയക്കേണ്ട ആവശ്യമില്ല,
നമുക്ക് ഒരുപാട് ഇപ്പോൾ WCC ഉണ്ട്, എന്താ പറയുക, പല സംഘടനകളുണ്ട്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്താൽ മാത്രമേ അയാളെ എടുത്ത് പുറത്ത് കളയാൻ പറ്റൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പിന്നെയും എന്താ പറയുക, ഇനി ഒരു 10 വർഷം കഴിഞ്ഞ് അടുത്ത കംപ്ലയിൻറ്റ് വരുമോ? ഇപ്പോൾ ഉള്ള കാര്യം ഇപ്പോൾ തീർക്കണം അവിടെ.